ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ഇത് ഒരു മാത്രമാണ് സ്റ്റോറി. നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. മോളെ ഉമ്മൈര, എന്ത് പറ്റി ബാപ്പ എനിക്ക് പോയേ പറ്റു പറഞ്ഞേക്കും ഉമ്മൈര. നിനക്ക് മാരേജ് ഞാൻ ചെയ്ത ചെക്കനെ നീ മാരേജ് കഴിക്കണം എനിക്ക് കാണണം നിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്ന ശരി നീ അതോ നീ വേഗം വരണം ഞാൻ പോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോകും ഞാൻ പറഞ്ഞ ചെക്കനെ നീ മാരേജ് കഴിക്കണം അത് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞ് നീ കേട്ടാൽ മാത്രം നിന്നെ ഞാൻ വിടുക. ശരി ആരെ മാരേജ് കഴിക്കണോ? ഇവനെ മാരേജ് കഴിക്കണേ. ഇവനക്ക് ബംഗാറിൻ്റെ ഷോപ്പ് പറഞ്ഞ ബംഗാർ ഇവൻ ജ്വല്ലസ് അല്ലെ ബംഗാർ പൊന്നിൻ്റെ ഷോപ്പുണ്ട്. ഇവനക്ക് ഷോപ്പിംഗ് ഉണ്ടോ സിറ്റി സെൻറ്ററിലുണ്ട്. നീ ഇവനെ മാരേജ് കഴിച്ചാൽ മാത്രം നിനക്ക് ഞാൻ ഇവൻ്റെ മാരേജ് കഴിക്കുന്ന ഈ വാക്ക് പറയണം. അതുകൊണ്ട് അവൻ ഇപ്പോൾ ഗൾഫിലുള്ളത്. ഗൾഫിന് അവൻ വരാൻ പോകുന്നത്. ഗൾഫിൽ അവനക്ക് ബ്രാൻഡി ഉണ്ട്, ബിസിനസ്സിലുണ്ട്. അവനിപ്പോൾ വരാൻ പോകുന്നു. വന്നപ്പോൾ നീ മാരേജ് കഴിക്കണം. ശരി ശരി ഓക്കെ, നീ പോയിക്കോ. നീ അവളെ വിട്ടത് ശരി. അവളെ മാരേജ് സമ്മതിക്കും. ഒരു വില അവൾ എവിടെ ആരും ലവ് ചെയ്താൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾക്ക് വാക്ക് കൊടുത്തത് നീ ഉറപ്പിച്ചേ പറ്റൂ. ഇല്ല, അവൾ ചെയ്തില്ല. ഞാൻ അവളെ കണ്ടുപിടിച്ച് പോവും. മനസ്സിലായല്ലേ എനിക്ക്? ശരി, അവളെവിടേക്കാണ് പോകുന്നു പറഞ്ഞാൽ അവളെടുക്കാൻ പോകും പറഞ്ഞാൽ എറണാകുളത്ത് മുംബൈക്ക് പോകുന്നു പറഞ്ഞു. മുംബൈ ദുബൈ എവിടെ? മുംബൈ അടയില്ലേ എവിടെ പോകും പറഞ്ഞോ. ശരി ഓക്കെ. അങ്ങനെ ഹീറോയി സാഡായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഹീറോയ്ക്ക്. അവന് കുറച്ച് ഒരു മാതിരിയാണ് ചെക്ക. ശരിയില്ല ആ ചെക്കന്. ഓൾറെഡി പേ ബോയാണ്. അങ്ങനെ ഹീറോയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യാറില്ല. ഫ്രണ്ട് പറയുന്നു, ഉമ്മൈര എന്ത് പറ്റിയടി? എന്താടേ ചെയ്യുക? വേറെ വഴിയില്ലടി. ഇപ്പോൾ കോളേജും ഗ്രാജുവേറ്റ് ചെയ്തു. ജോബൊക്കെ പറഞ്ഞ വിടുന്നുമില്ല. പിന്നെ എനിക്കവിടെ പോയിട്ട് കാണണമെടി. എടി മച്ചി, ഇത് എവിടെ ദൂരെയാണടി? കൊറിയടി. അതുമാത്രമല്ലടി, എൻ്റെ ബാപ്പ ദുബൈക്ക് പോവാണടി. അവിടെ ബിസിനസ് പറഞ്ഞ എൻ്റെ ബാപ്പ വരുമ്പോൾ 1 month കഴിയൂടി. ശരിടി, ടെൻഷനാണ്. എൻ്റെ ഉമ്മ പോവാ. അതിന് മുമ്പ് ഞാൻ ഇവിടേക്ക് വന്നിട്ടാണ് പറയാം. നിൻ്റെ ഉമ്മയോട് പറയടി. എൻ്റെ ഉമ്മ നിനക്ക് സപ്പോർട്ട്. ശരി, നമുക്ക് പോവാം. അങ്ങനെ രണ്ടുപേരും അവർ രണ്ടുപേരും ഒക്കത്തെ അവർ പോയി. പിന്നെ ഹീറോയും അവർക്ക് പോയി. കൊറിയക്ക് പോന്നു. ഡൽഹിയിൽ പോയി കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റിൽ കയറി കൊറിയക്ക് എത്തി. സമാധാനം. ഹീറോയ്ക്ക് കുറച്ച് സാഡ് ഉണ്ടായിരുന്നു. എങ്ങനെ ജങ്കുക്കിനെ കാണുമെന്ന് ഹീറോയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ശരി ഓക്കെ, 1 minute അവർക്ക് ഒന്ന് കണ്ടിട്ട് വരാം എന്ന് ഹീറോ ആഗ്രഹത്തിൽ പോയി. കൊറിയക്ക് പോയി. കൊറിയക്ക് പോയിട്ട് ഇങ്ങനെ സാഡായിരുന്നു. അങ്ങനെ ഡാൻസ് പാർട്ടിയായിരുന്നു. ഹീറോയെ പറയാൻ തുടങ്ങി, മച്ചി. ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എന്തടി പറ്റി? അങ്ങനെ ഫ്രണ്ട് പറയാം, മച്ചയെ നമ്മൾ ഇവിടെ ബുർക്കൊന്നും ഇടണ്ട. എടി ബുർക്കിടാതെ എങ്ങനെ ഇടി നടക്കുക? ഞാൻ ചൂതയിടാൻ പോവാ. ഫാത്തിമ വേണ്ടടി, ഉമ്മൈര പറഞ്ഞു. ഉമ്മൈര പറയുന്നത് ഫാത്തിമ ഒന്നും കേട്ടില്ല. അവൾ ചൂതരിട്ട് വന്നു. നീ ഇട്ടോടി മച്ചി. എടി വേണ്ടടി, പറഞ്ഞേക്ക്. ഇതിലെല്ലാം പോടി. എൻ്റെ പാപ്പൊന്നും പറയില്ല. ഹീറോയും അവിടെ ഫാൻ മീറ്റിംഗ് ഒന്നും വന്നില്ലായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ബേജറായിരുന്നു. അങ്ങനെ ഹീറോയിൻ പറഞ്ഞു, എല്ലാവരും മുസ്ലിം ഗേൾസ് വരടി, നീ വാന്ന് ഹീറോയിനെ മോസ്റ്റിലാന്ന് ഹീറോയിനെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഹീറോയി പോയി, ബുർക്കയിട്ട് പോയി. ഹീറോയിൻ മാത്രം ബുർക്കയിട്ട് പോയി. ഫാത്തിമ ബുർക്കയിട്ടില്ല. അങ്ങനെ രണ്ടുപേർക്ക് ഇങ്ങനെ ഫാമിലി ഡാൻസ് കളിക്കുക. ജഗക്ക് ഇങ്ങനെ പാട്ട് പാടുന്ന യഥാർത്ഥം നോക്കുക. 2 കണ്ണായി മീറ്റായി. അങ്ങനെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ തുടങ്ങി. അങ്ങനെ കാത്തത്തിൽ പാറ തുടങ്ങി. ആ കണ്ണ് ഇങ്ങനെ കുറച്ച് ഇതായി. ജങ്ക് ഫുൾ ഫേസ് നോക്കി. ക്യാമറ മാത്രം തിരിച്ചില്ലായിരുന്നു. ഫുൾ ഫേസ് ജങ്കുക്ക് നോക്കി. ഹീറോയെ പേടിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് കെട്ടി കഴിഞ്ഞു. ഹീറോയി ജങ്കുക്ക് ഫുൾ മീഡ് നോക്കി. ജങ്കുക്ക് ഷോക്കായി. ജങ്കുക്ക് ശരി പാട്ട് ഡാൻസ് കളിച്ചു. ഇപ്പോൾ കുറച്ച് പാട്ടെല്ലാം കഴിഞ്ഞ വെച്ചാൽ ജങ്കുക്കെല്ലാം സംസാരിക്കുക. 7 പേര് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ജങ്കുക്ക് ശരി ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ എല്ലാം ഓട്ടോഗ്രാഫ് നിങ്ങൾ ബാക്കി നാളെ വരാൻ പറഞ്ഞു. ഹീറോയി വന്നു. ഓട്ടോഗ്രാഫ് എല്ലാം കഴിഞ്ഞ് ഹീറോയി വന്ന് 12ാമത്തെ ഹീറോയി വന്നു സൈൻ ചെയ്യാൻ. ഇങ്ങനെ എല്ലാവർക്കും സ്മൈൽ ചെയ്ത് ലാസ്റ്റായിരുന്നു ജങ്കുക്ക് ഉണ്ടായിരുന്നു. ജങ്കുക്ക് സ്മൈൽ ചെയ്ത് ഇങ്ങനെയെല്ലാം കൊടുത്ത് ഹീറോയിൻ നെക്സ്റ്റ് വന്നായിരുന്നു. ഹീറോയിന് ജങ്കുക്ക് നോക്കട്ടെ. ആ കണ്ണ് രണ്ടുപേരും മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പറഞ്ഞു. ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുത്തു ജങ്കുക്ക്. നെക്സ്റ്റ് ഹീറോയുടെ ഫ്രണ്ട് വന്നില്ല. ഇവർ രണ്ടുപേരും ശ്രദ്ധിച്ചില്ല. ജങ്കുക്ക് അവളെ ഫ്രണ്ടിക്ക് ഒന്നോ എഴുതിയിരുന്നു. ശരി ഓക്കെ, ലെറ്റർ സൈൻ കൊടുത്ത് വേറെ ഒന്നും എഴുതി. ഹീറോയിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പോയിട്ട് നോക്കിയില്ല. ആ ലെറ്ററിൽ എന്തോ ഒന്ന് എഴുതിയായിരുന്നു ജങ്കുക്ക്. അതിൽ എഴുതിയായിരുന്നു എന്തോ ഒരു കത്ത് എഴുതിയിട്ട് അവളെല്ലാം ഇട്ടു. അത് അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയായിട്ട് എന്തോ ഒരു കത്ത് എഴുതിയിട്ടിട്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പോയിട്ടെല്ലാം റെഡിയായി കുളിച്ചിട്ട് ഫ്രഷ് ആകുമ്പോൾ ലെറ്റർ നോക്കുമ്പോൾ അതിലൊരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ ഇട്ട് വായിച്ചു. ഓ ഇത് എന്തടി
ഉമ്മരാ ഇത് നിനക്ക് കത്ത്. എനിക്കാ? ആരാ എഴുതിയത്? വായിച്ച് നോക്ക്. അത് നിനക്കാ കത്ത് തൂങ്ങുന്നുണ്ട് മച്ചി. എന്താ? നീ ആരുടെ ബുർക്കിട്ട് വന്നത്? അതുകൊണ്ട് ബ്ലാക്ക് ബ്യൂട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക് ബ്യൂട്ടി പൊടിയും ജോക്കെന്ന് പറയണ്ട. ജങ്കുക്ക് എഴുതിയായിരുന്നു. ഞാൻ ജങ്കുക്കാണ്. എനിക്ക് നിങ്ങളെ ഫുൾ വീട് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിന് ഫുൾ വീട് കണ്ടു. നിങ്ങൾ മറച്ചു വരുന്നു. നെയ്മ് നെയ്മ് പറഞ്ഞായിരുന്നു ഹീറോയിൻ്റെ നെയ്മ് വെച്ച്. നെയ്മ് എന്തോ പേര് പറഞ്ഞുകൊണ്ട് അവിടെ നെയ്മ് എഴുതി. നിനക്ക് വേണ്ടി എഴുതിയത് അവിടെ നിൻ്റെ പേര് എഴുതിയായിരുന്നു ഹീറോയിൻ്റെ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയായിരുന്നു. മീറ്റ് ചെയ്യാം കോഫി ഷോപ്പിൽ. അത് ജങ്കുക്ക് എഴുതിയായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി, വേണ്ടടി ഇതുള്ള പ്രശ്നം അവിടെ മച്ചേന്ന് പറഞ്ഞു. ഫ്രണ്ട് പറയാൻ തുടങ്ങി, എടി ഞാൻ ഒരിക്കൽ കണ്ടിട്ട് വരാം. വേണ്ട മച്ചി, ഉള്ള അറിഞ്ഞ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. ജങ്കുക്ക് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ജങ്കുക്ക് വരുന്നു കണ്ടില്ലായിരുന്നു. അങ്ങനെ ഹീറോയി ജങ്കുക്ക് കുറച്ച് ടെൻഷനാവാൻ തുടങ്ങി. ശരി, ഇവള് വന്നില്ല. അങ്ങനെ ടെൻഷനിൽ ജങ്കുക്ക് പോയി. അങ്ങനെ ഹീറോയി ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ജങ്കുക്ക് കണ്ടു. ശരി, ജങ്കുക്ക് നോക്കി. അങ്ങനെ ജങ്കുക്ക് ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹീറോയി ഇങ്ങനെ നടന്നു പോകാന്ന്. റെഡ് കളർ, ഈ ബ്ലാക്ക് കളർ കാറായിരുന്നു. അങ്ങനെ ഹീറോയി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഫ്രണ്ട് ഞാൻ ഇപ്പോൾ പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന്. അങ്ങനെ ജങ്കുക്ക് ഹീറോയിൻ മാസ്ക് വീട് കയറുന്നു. തിരിഞ്ഞു നോക്കുമോ ജങ്കുക്കിന് ഷോക്കായി. പ്രേയർ അടുപ്പിച്ച് ഹീറോയെ എടുക്കും മയങ്ങി വീണ്. കിഡ്നാപ്പ് ചെയ്ത് ജങ്കുക്ക് കൊണ്ടുപോയി. ക്യാമറ എല്ലാം ഹാക്ക് ചെയ്ത്. ജങ്കുക്ക് ഹാക്കിങ് നന്നായിട്ട് അറിയൂ. ഹീറോയുടെ ഫ്രണ്ട് വന്ന് നോക്കും. ഹീറോയിൻ കാണില്ല. അയ്യോ കുടുങ്ങി, എങ്ങനെ നാളെ പോവാ, അയ്യോ എവിടെ പോയി എന്ന് ഫ്രണ്ട് തേടാൻ തുടങ്ങി. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ ഓടി വരുമ്പോൾ ജങ്കുക്ക് എടുക്കുന്നത് പിന്നെ കൊണ്ടുവന്ന് കണ്ടു. അയ്യോ ഇതാരെടുത്തോണ്ട് പോകുന്നത് ഒന്നും അറിയില്ലായിരുന്നു ഫ്രണ്ടിന്. അയ്യോ ഇങ്ങനെ കാറിൽ മുമ്പ് കൊണ്ടുവന്ന് കണ്ടു. വീട് കണ്ടു. ഹീറോയിനെ വീട് കാണുമ്പോൾ മനസ്സിലായി ഇതെൻ്റെ ഫ്രണ്ടാ. ഓടി വരുന്നു. മാളിക താഴെ നോക്കുമ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് കണ്ടു. ഷോക്കായി. ഇത് അയ്യോ ഓടി വരാം. പോലീസിൻ്റെ കേസ് ചെയ്താൽ പോലീസ് പോയി കേസ് കൊടുക്കാൻ പോയി. എൻ്റെ ഫ്രണ്ടിനെ കാണുന്നില്ല. ഒരാളെ ഫുൾ മാസ്ക് ചെയ്ത് വന്ന് കിഡ്നാപ്പ് ചെയ്തു. നിങ്ങൾ കണ്ടുപിടിക്കുക. കാർ നമ്പർ അറിയോ? അയ്യോ എനിക്കും അറിയില്ലല്ലോ. ഇപ്പോൾ എന്ത് ചെയ്യാം? ഫ്രണ്ടിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ജങ്കുക്ക് കൊണ്ടുവന്ന് ഒരു വീട്ടിൽ ജങ്കുക്ക് ഒരു വീട് കൊണ്ടുവന്ന് ഹീറോയിനെ അവിടെ ബെഡിലിട്ടു.